അടുത്തും അകലെയുമായി ഈ ശ്രവണസീമയിലൂടെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. UGMI പ്രാവച്ചമ്പലം ദൈവസഭയുടെയും സയോൻ പ്രയർ ഫെലോഷിപ്പിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ലഹരി വിരുദ്ധ സുവിശേഷ സന്ദേശ മീറ്റിംഗ് ആണ് ഈ കവലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, വിവിധ സംസ്കാരങ്ങളുള്ള നമ്മുടെ നാട്ടിൽ, എണ്ണിയാൽ തീരാത്ത മതങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഞങ്ങൾ പ്രസംഗിക്കുന്ന പവിത്രമായ സുവിശേഷത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. 38,263 ചതുരശ്ര വിസ്തൃതിയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിന്റെ 14 ജില്ലകളിലും ഇതുപോലെ ചെറുതും വലുതുമാകുന്ന സന്ദേശങ്ങൾ നിരവധി ദൈവദാസന്മാരിലൂടെ, സഹോദരന്മാരിലൂടെ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. മറ്റേതൊരു കാലഘട്ടത്തെക്കാളും ഈ പ്രസംഗത്തിന്, ഈ സന്ദേശത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താണതിന് കാരണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന അതീവ ഗുരുതരമായൊരു വെല്ലുവിളിയാണ് മയക്കുമരുന്നിന്റെ, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്ന് പറയപ്പെടുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചു എന്ന് അഭിമാനത്തോടെ പറയുന്ന നമുക്ക് നമ്മുടെ സംസ്ഥാനം ഇന്ന് ലഹരി ഉപയോഗിക്കുന്നതിൽ വെച്ച് ഏറ്റവും മുൻപന്തി നിൽക്കുകയാണ്. നവോത്ഥാന നായകന്മാരാൽ പടുത്തുയർത്തി എന്ന് നാം അവകാശപ്പെടുന്ന നമ്മുടെ സാമൂഹിക ഭൂമിക ഇന്ന് ലഹരി കൊണ്ട് നിറയുകയാണ്. നമുക്കറിയാം, ഒരു 10-40 വർഷങ്ങൾക്ക് അപ്പുറത്തൊക്കെ, 25 വർഷങ്ങൾക്ക് അപ്പുറത്തൊക്കെ ലഹരി എന്നൊക്കെ പറയുമ്പോൾ മദ്യമോ സിഗരറ്റോ കഞ്ചാവോ എന്നുള്ളത് ആയിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ലഹരി വസ്തുക്കൾ. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ ഏറെ മാറി. ഇന്ന് ആ ലഹരി വസ്തുക്കൾക്ക് അപ്പുറത്ത് ഉഗ്ര ലഹരി മനുഷ്യ ജീവിതങ്ങളിൽ പടർത്താൻ വേണ്ടി സിന്തറ്റിക് ലഹരി വസ്തുക്കളിലേക്ക് കാലം മാറാനിടയായി. എന്താണ് സിന്തറ്റിക് ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ? മനുഷ്യനിർമ്മിതമായി പ്രത്യേക ലാബുകളിൽ ഉണ്ടാക്കുന്ന രാസ ലഹരി പദാർത്ഥങ്ങളെയാണ് സിന്തറ്റിക് ലഹരി എന്ന പേരിൽ നാം അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ന് ഓരോ ദിവസവും പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ ഉൽപ്പന്നങ്ങൾ ഓരോ ദിവസവും നമ്മുടെ രാജ്യത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് പഠിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പല പേരുകളിൽ നമുക്ക് ഇന്ന് നമ്മുടെ രാജ്യത്ത് സുലഭമായി ഒഴുകുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം പിടിക്കപ്പെടുന്ന ലഹരി വസ്തു MDMA എന്ന ലഹരി വസ്തുവാണ്. മറ്റൊന്ന് സ്റ്റാമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന LSD എന്ന ലഹരി വസ്തുവാണ്. മറ്റൊന്ന് ക്രിസ്റ്റൽ മെത്ത് എന്നറിയപ്പെടുന്ന മെത്തോഹിറ്റോമിൻ എന്ന് പറയപ്പെടുന്ന മറ്റൊരു ലഹരി വസ്തുവാണ്. പിന്നെയുമുണ്ട് സിന്തറ്റിക് ഒപ്പിയോയിഡുകൾ. മാത്രമല്ല, പലവിധമാകുന്ന പേരിൽ സിന്തറ്റിക് കഞ്ചാവ് അഥവാ K2 സ്പേസ് എന്നൊക്കെ പറയപ്പെടുന്ന ലഹരി വസ്തുക്കൾ ഓരോ ദിവസവും നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊരു പഠനം നടത്തുമ്പോൾ ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അല്പമായി പഠിക്കുവാൻ വണ്ണമിടയായി. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം പിടിക്കപ്പെടുന്ന ലഹരി വസ്തുവാണ് MDMA. ഇത് ഉപയോഗിച്ചാൽ എക്സ്റ്റസി അഥവാ മോളി എന്ന പേരിൽ അറിയപ്പെടുന്ന MDMA ഉപയോഗിച്ചാൽ മനുഷ്യന്റെ മനോനിലയ്ക്ക് പെട്ടെന്ന് മാറ്റം വരും. മാത്രമല്ല, അതുവരെ ഇല്ലാത്ത അമിതമായൊരു ആവേശം അപകടകരമായ രീതിയിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടും. തീർന്നില്ല, അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത നിലകളിൽ
ശരീരത്തിന്റെ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന ഒരു ലഹരി വസ്തുവാണ് MDMA. ഇത് കഴിച്ചുകൊണ്ട്, ഇത് ഉപയോഗിച്ചുകൊണ്ട് മാരകമായ ആക്രമണങ്ങൾക്കും മാരകമായ ഭവനഭേദനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒക്കെ ഇന്നത്തെ തലമുറ മുമ്പിൽ നിൽക്കുന്ന കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ലഹരി വസ്തുവാണ് ക്രിസ്റ്റൽ മെത്ത് അഥവാ മെത്തോഫിറ്റോമിൻ. ഇത് അതീവ അപകടകാരിയായ ഒരു ഉത്തേജക മരുന്നാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാഡീവ്യൂഹത്തെ പൂർണ്ണമായി ഇത് തകർക്കുകയാണ്. മാത്രമല്ല താമസമില്ല എന്തുപയോഗിച്ച് തുടങ്ങുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി കടുത്ത മാനസിക രോഗത്തിലേക്ക് വഴിമാറുന്നത് നമുക്ക് കാണുവാൻ ഒക്കെ ഇടയായിത്തീരുന്നു. മൂന്നാമത്തേത് സ്റ്റാമ്പ് എന്ന പേരിലൊക്കെ നമ്മൾ അറിയപ്പെടുന്ന സ്റ്റിക്കർ രൂപത്തിലുള്ള LSD എന്നറിയപ്പെടുന്ന ഒരു മയക്കുമരുന്നാണ്. നമുക്കറിയാമല്ലോ, ഇത് അഥവാ ചിത്തഭ്രമം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഔഷധമാണ് ഈ LSD എന്നറിയപ്പെടുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത കാഴ്ചകളും ശബ്ദങ്ങളും ഉള്ളതായി തോന്നിപ്പിക്കുകയും എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണമെന്നറിയാതെ യാഥാർത്ഥ്യമല്ലാത്ത കാഴ്ചകൾ കൺമുമ്പിൽ കാണുകയും കേൾക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാക്കി എന്ത് ചെയ്യാൻ മടിക്കാത്തവരായി ഇത് ഉപയോഗിക്കുന്നവർ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. നാലാമത്തേത് സിന്തറ്റിക് ഒപ്പിയോയിഡുകളാണ്. ഇത് വേദന സംഹാരിയെ ഉപയോഗിക്കുന്ന കെമിക്കലുകളെ ലഹരിക്കായി പ്രത്യേകമായി രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ലഹരി പദാർത്ഥമാണ് സിന്തറ്റിക് ഒപ്പിയോയിഡുകൾ. ഇതിൽ ഫെന്റാനിൽ എന്ന അപകടകാരിയും തീവ്രതയേറിയതുമായ ഒരു ലഹരി മരുന്നിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഫെന്റാനിൽ എന്ന് പറയുന്നത് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. വളരെ ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ കഴിയുന്ന ക്യാൻസർ രോഗികൾക്ക് വേദനയ്ക്ക് ശമനത്തിനായി നൽകുന്ന ഒരു വേദന സംഹാരിയാണ് ഫെന്റാനിൽ. ഇത് മാത്രമല്ല, വലിയ തീവ്രമേറിയ സർജറികൾക്ക് വിധേയരായവർക്ക് വേണ്ടി വേദന പരിഹരിക്കപ്പെടുവാൻ വേണ്ടി ഡോക്ടർമാരുടെ കർശന മേൽനോട്ടത്തിൽ നൽകുന്ന ഒരു വേദന സംഹാരിയാണ് ഈ ഫെന്റാനിൽ. ഇത് ഹെറോയിനേക്കാൾ 50 മടങ്ങ് ഇതിന് പവറുണ്ട്. മാത്രമല്ല, നമ്മളൊക്കെ വേദനയ്ക്കായി ഉപയോഗിക്കുന്ന, വേദന മാറുവാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന മോർഫിനേക്കാൾ 100 മടങ്ങ് ശക്തി ഈ ലഹരി വസ്തുവിൽ അടങ്ങിയിരിക്കുകയാണ്. പഞ്ചസാര തരിയുടെ വലിപ്പത്തിനകത്ത് അല്പമകത്ത് പോയാൽ സ്വാഭാവികമായി മരണം സംഭവിക്കുവാൻ സാധ്യതകളേറെയാണ്. അഞ്ചാമത്തേത് സിന്തറ്റിക് കഞ്ചാവ് അഥവാ K2 സ്പൈസ് എന്നറിയപ്പെടുന്ന ഒരു ലഹരി വസ്തുവാണ്. ഇത് കഞ്ചാവിലെ രാസവസ്തുക്കൾക്ക് സമാനമായി ലാബിൽ നിർമ്മിച്ചെടുക്കുന്ന കൃത്രിമമായ ഒരു ലഹരി വസ്തുവാണ് ഈ സിന്തറ്റിക് കഞ്ചാവ് അഥവാ K2 സ്പൈസ് എന്നറിയപ്പെടുന്ന. സാധാരണ കഞ്ചാവിനേക്കാൾ 100 മടങ്ങ് ലഹരിയുള്ള ഒരു കൃത്രിമമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലഹരി വസ്തുവാണ് നമുക്കിത് കാണുവാൻ ഇടയായിത്തീരുന്നു. ഇന്ന് എന്റെ ശ്രോതാക്കളോട് ഞാൻ ഈ കവലയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ, എന്തിനാ ഞാനിതൊക്കെ ഇവിടെ വിളിച്ചു പറയുന്നെന്ന് ചോദിച്ചാൽ, അടുത്തൊരു തലമുറ നാടിന്റെ നട്ടെല്ലുകളായി മാറേണ്ട, കുടുംബത്തിന്റെ അത്താണികളായി മാറേണ്ട ഒരു തലമുറ നിരന്തരമായി ഈ ലഹരി വസ്തു നിമിത്തം തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട്. ഇതിനെതിരെ പകൽ രാത്രി അധ്വാനിക്കുന്ന ഭരണകൂടങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഒരു പരിധിക്കപ്പുറം ഇതിനെ ഒന്നും പ്രതിരോധിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരൊക്കെ അഹോരാത്രം അധ്വാനിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിന്റെ ആദരണീയനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നമുക്കറിയാമല്ലോ ലഹരി മാഫിയക്കെതിരെ വേട്ടയ്ക്കിറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ തക്കവണ്ണം ഇടയായിരുന്നു. ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ
നമ്മുടെ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ജൂൺ മാസം 2-ാം തീയതി മുതൽ ഈ ജൂലൈ മാസം ആദ്യത്തെ ആഴ്ച വരെ കേവലം ഒരു മാസം കൊണ്ട് ഇവർ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടിക്കപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ 40 കോടി രൂപയ്ക്കുള്ള ലഹരി വസ്തുക്കളാണ് ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പിടിച്ചെടുത്തത്. തീർന്നില്ല, ഈ ഒരു മാസത്തിനകത്ത് 5736 പേർ അറസ്റ്റിലായി. ഏറ്റവും ദയനീയമെന്ന് പറയട്ടെ, ഈ പിടിക്കപ്പെട്ടവരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളും സ്ത്രീകളുമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം അവർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ലഹരിക്കെതിരെ വേട്ടയ്ക്കിറങ്ങിയ ഡാൻസാർ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരി ഉപയോഗിച്ച് ബോധരഹിതരായി വരുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനിടയായി. നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാക്കൾ, പ്രബുദ്ധരായ ശ്രോതാക്കൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും പത്രക്കാരൻ വളച്ചൊലിച്ചെറിയുന്ന പത്രത്താളുകളിൽ വാറപ്പുളവാക്കുന്ന ഭീകരമായ പൈശാചികമായ വാർത്തകളും ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം കാണുന്ന കാഴ്ചകളും നമ്മെ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു തലമുറ ലഹരിയുടെ പിന്നാലെ യാത്ര ചെയ്യുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ക്യാരിയറാക്കിക്കൊണ്ട് രാജ്യത്തിലുടനീളം ഇതിന്റെ വ്യാപനത്തിനു വേണ്ടി ഒരു മാഫിയ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും അസമാധാനത്തിന്റെ വിത്ത് പാകിക്കൊണ്ട് ഇത് ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് അശാന്തി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്റെ ശ്രോതാക്കള് നമ്മളെത്തി നിൽക്കുന്ന എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്കറിയാം, ആ ഓരോ ദിവസവും നാം കേട്ടിട്ടുള്ള വാർത്തകൾ ഭീകരമാണ്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ചില വർഷങ്ങൾക്കപ്പുറത്ത് ആലുവ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു നരാധമൻ 5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പിച്ചു ചീന്തിയ കാഴ്ച നാം ഇവിടെ കണ്ടിട്ടുണ്ട്. തീർന്നില്ല, എത്രയെത്ര വാർത്തകൾ നമ്മുടെ കാതുകളിലൂടെ കേട്ടു. നമ്മുടെ കണ്ണുകളിൽ നാം നേരിട്ട് അല്ല ദൃശ്യമാധ്യമങ്ങളിലൂടെ എത്രയോ കാഴ്ചകൾ നാം കണ്ടവരാണ്. ലഹരിക്കടിമയായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കയ്യിൽ കത്തിയെടുത്ത് മുലയുള്ള കത്തി കൊണ്ട് തന്നെ ഇടത് കണ്ണ് ചൂണ്ടെടുത്ത് വലത് കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച എത്രയോ ഹൃദയഭേദകമായി നാം കണ്ടു. ഡൽഹി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ ഫ്ലാറ്റിൽ 8ാമത്തെ നിലയിൽ നിന്ന് ലഹരി തലയ്ക്ക് പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാര് ലൈവായി ചാകുന്ന കാഴ്ചയും നാം ഇവിടെ കാണുവാനിടയായി. മക്കൾ അപ്പനെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കഴുത്തെടുത്തു കൊല്ലുന്നു. അങ്ങനെ വേണ്ട ജീവിതത്തിൽ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത നിരവധി സംഭവങ്ങൾ അത്രയോ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജൂൺ മാസം 5-ാം തീയതി എന്നറിയപ്പെടുന്നത് ലോക പരിസ്ഥിതി ദിനമാണ്. അന്നൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിന്റെ പറമ്പിലോ പൊതുവായ സ്ഥലങ്ങളിലൊക്കെ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ച് പരിസ്ഥിതി ദിനം ആചരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് സ്ഥിതി മാറി. ചില നാളുകൾക്ക് മുൻപ് ഞാൻ കണ്ടൊരു വാർത്ത, സ്വന്തം വീട്ടിന്റെ പറമ്പിൽ 2 വനക്കാർ ചേർന്ന് കഞ്ചാവ് ചെടി നട്ട് ജൂൺ മാസം 5-ാം തീയതി അവർ പരിസ്ഥിതി ദിനം ലൈവായി സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് ആഘോഷിക്കുന്ന കാഴ്ച നാം കാണാനിടയായി. ഇവിടെ ഭരണകൂടങ്ങളുണ്ട്, ശക്തമായ നിയമങ്ങളുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു പരിധിക്കപ്പുറം ഇതിനെ തടയാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന പവിത്ര സുവിശേഷത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ സമാനമായ സാഹചര്യത്തിന്റെ നടുവിലൂടെ ഞങ്ങളും ഇതുവഴിയൊക്കെ കടന്നുപോയവരാണ്. പക്ഷെ ഞങ്ങളെ മാറ്റിമറിക്കുവാൻ ലോകത്തൊരു സംവിധാനത്തിനും കഴിഞ്ഞില്ല, ലോകത്തിനൊരു മതങ്ങൾക്കും കഴിഞ്ഞില്ല, ലോകത്തൊരു സംഘങ്ങൾക്കും കഴിഞ്ഞില്ല, ഒരു വിപ്ലവ പ്രസ്ഥാനത്തിനും കഴിഞ്ഞില്ല. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സമൂലമായ മാറ്റം വന്ന ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് അതിന്റെ മകൻ ഞങ്ങൾ ഉയർത്തുന്ന നസ്രയനായ യേശുവിന്റെ മാർഗമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, മറ്റൊരുത്തന് രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അത് നസ്രായനായ യേശുവിന്റെ നാമമാണ്. ഇന്ന് പകൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാത്സല്യ ശ്രോതാവേ, ഒരു പക്ഷേ നീ വീട്ടിനകത്തിരുന്നായിരിക്കാം ഈ സന്ദേശം ശ്രവിക്കുന്നത്. ഏതെങ്കിലും ഒരു ലഹരി വസ്തുവിന്റെ അടിമയാണോ നീ? ജീവിതത്തിൽ മാറി വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും കഴിയാത്ത നിലവാരങ്ങളിലൂടെ പിശാച് പിന്നെയും പാപപ്രവൃത്തിയിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോൾ നിന്നെ ഉദ്ധരിക്കുവാൻ ഒരു മാർഗം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. യേശുവിന്റെ നാമമാണ്.
മാനവരാശിക്ക് ലോകം നൽകിയൊരു സത്വാർത്തയാണ് സുവിശേഷം അഥവാ കർത്താവായ യേശു ക്രിസ്തു. രക്ഷിക്കപ്പെടുവാൻ ലോകത്ത് മറ്റൊരു മാർഗമില്ല. ഈ പകലിന്റെ സന്ദേശം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സന്തോഷം തന്ന, സമൂഹത്തിനകത്ത് ഞങ്ങളെ കൊള്ളാകുന്നവരാക്കി മാറ്റിയ ഒരൊറ്റ മാർഗമാണ് അത് നസ്രായനായ യേശുവിന്റെ മാർഗം. പാപം ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പിറകിൽ ചലിക്കുന്ന ചാലക ശക്തിയായി പൈശാചിക ശക്തികൾ ജനത്തെ വലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തലമുറയെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെടുവാൻ ഒരു മാർഗം കൈമാറുന്നു. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ കുത്തുകയാണ്. അല്പസമയം എന്റെ സന്ദേശം കണ്ട പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് നേർച്ച കൊടുക്കേണ്ട, കാഴ്ച കൊടുക്കേണ്ട, മറ്റൊരു പുണ്യപ്രവർത്തികളും ചെയ്ത മോക്ഷപ്രാപ്തിയിലെത്താൻ പറ്റില്ല. ഇരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ ജീവിതത്തിൽ പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില ലഹരി വസ്തുക്കളുണ്ട്, ചില പാപപ്രവർത്തികളുണ്ട്, അതിനകത്തു നിന്ന് ഉദ്ധരിക്കണമേ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവം ശക്തനായ ദൈവമാണ്. ഞങ്ങൾ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു. ഞങ്ങളെ കേട്ട ഈ ദേശത്തിലെല്ലാം നല്ലവരായ ദേശനിവാസികളോട് ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയെ ഞങ്ങൾ നന്ദി അർപ്പിച്ചുകൊണ്ട്